നമസ്കാരം. അമേരിക്കയുടെ ഏറ്റവും മികച്ച പ്രതിരോധ പങ്കാളികളിലൊന്നാണ് ഇസ്രായേൽ. എത്രയോ പതിറ്റാണ്ടുകളായി തുടരുന്ന ബന്ധം ഇപ്പോഴും പഴയതുപോലെ തന്നെ തുടരുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ പുതിയൊരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നു. ഇറാനിലെ സ്ഥിതിഗതികൾ ഇപ്പോൾ വളരെ രൂക്ഷമാണ്, ജനങ്ങളാകെ പ്രതിഷേധത്തിലാണ്. അപ്പോൾ ഈ അവസരത്തിൽ ഒരു വലിയ ജനകീയ പ്രതിഷേധമുണ്ടാക്കി ഇതൊരു മികച്ച അവസരമാക്കി മുതലെടുത്തുകൊണ്ട് ഇറാനിൽ പുതിയൊരു ഭരണകൂടം സ്ഥാപിക്കുന്നതിനെക്കുറിച്ചാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പദ്ധതിയിടുന്നത്. അതേസമയം ഇക്കാര്യം കഴിഞ്ഞ ദിവസം ഇറാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ സുരക്ഷാ മേധാവിയുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഫോണിൽ ചർച്ച ചെയ്യുമ്പോൾ നെതന്യാഹു ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആകട്ടെ അപ്പോൾ തന്നെ ഈ ഒരു നിർദ്ദേശത്തെ തള്ളിക്കളയുകയായിരുന്നു. നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചതെന്നാണ് പറയപ്പെടുന്നത്. കാരണം അവിടെ ആയിരക്കണക്കിന് നിരപരാധികൾ കൊല്ലപ്പെടാനുള്ളൊരു അവസരമായിരിക്കും ഒരുപക്ഷെ ഇതിലൂടെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും തങ്ങൾ ഇതിനെ അംഗീകരിക്കുന്നില്ല എന്നാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രഖ്യാപനം. എന്നാൽ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു യുദ്ധം അധികം നീട്ടിക്കൊണ്ട് പോകാൻ അദ്ദേഹം താല്പര്യപ്പെടുന്നില്ല എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഉണ്ടായ നീക്കങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ട്രംപ് വല്ലാത്ത വെട്ടിലായിരിക്കുകയാണ്. കാരണം ഇറാനിൽ ചെന്ന് തല വെച്ച് കൊടുക്കുകയും ഒരുപാട് സാമ്പത്തിക നഷ്ടവും പ്രതിരോധ മേഖലയിലൊക്കെ തന്നെ ഒരുപാട് തിരിച്ചടികളും തങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ അങ്ങോട്ട് അധിക ദിവസം നീട്ടിക്കൊണ്ട് പോയാൽ സ്വന്തം രാജ്യത്തെ ജനങ്ങൾ പോലെ ഏതാണ്ട് എതിരായി തുടങ്ങി എന്നുള്ള വാസ്തവവും അദ്ദേഹം മനസ്സിലാക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഡൊണാൾഡ് ട്രംപ് ഒരു കാരണവശാലും നെതന്യാഹുവിൻ്റെ നിർദ്ദേശം അംഗീകരിക്കാൻ കഴിയുകയില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട്, മാസങ്ങൾക്ക് മുമ്പ് അയത്തുള്ള അലി ഖമേനിയൊക്കെ തന്നെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ വലിയ തോതിലുള്ളൊരു പ്രക്ഷോഭം ഇറാനിൽ നടന്നിരുന്നു. ജനകീയ പ്രക്ഷോഭത്തിന് ശക്തി കൂടിയപ്പോൾ അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ജനങ്ങളോട് പറഞ്ഞത് നിരപരാധികളെ ഇറാൻ ഭരണകൂടം കൊന്നൊടുക്കിയാൽ ഞങ്ങൾ ഇടപെടുമെന്നായിരുന്നു. ഏതായാലും ട്രംപിൻ്റെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങുകയും ഏതാണ്ട് 30,000-ഓളം പേരെ അന്ന് ഇറാൻ സൈന്യം വധിച്ചു എന്നാണ് പറയപ്പെടുന്നത്. പലരെയും ജയിലുകളിൽ പോലും കൊണ്ടുപോയി പീഡിപ്പിച്ച് കൊല്ലുകയായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് വ്യാപകമായ തോതിൽ ഇറാനിലെ ജനങ്ങൾക്കിടയിൽ പോലും ട്രംപിലുള്ള വിശ്വാസ്യതയ്ക്ക് കോട്ടം വരുത്തി എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഒരു സ്ഥിതി ഇപ്പോൾ നിലനിൽക്കുമ്പോൾ എന്തിനാണ് വെറുതെ കൊണ്ടുവന്ന് ഈ ഒരു വിഷയത്തിൽ സ്വന്തം മാനം കളയുന്നത് എന്നുള്ള ചിന്തയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നെതന്യാഹുവിൻ്റെ ഈ ഒരു നീക്കത്തെ അതിശക്തമായ ഭാഷയിൽ തള്ളിക്കളഞ്ഞിരിക്കുന്നത്. അതേസമയം ട്രംപിൻ്റെ ഈ എതിർപ്പ് മറികടന്നുകൊണ്ട് നെതന്യാഹു കഴിഞ്ഞ ദിവസം ഇറാനിലെ ജനങ്ങളുടെ തെരുവിലിറങ്ങി ശക്തമായി ഈ മതഭരണകൂടത്തിനെതിരെ പോരാട്ടം നടത്താൻ ആഹ്വാനം ചെയ്തു. ഇത് ഡൊണാൾഡ് ട്രംപിനെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ഇപ്പോൾ ഒരുമിച്ച് യുദ്ധം ചെയ്യുന്നൊരു കാലഘട്ടത്തിലാണ് ഈ ഒരു സംഭവം ഉണ്ടായെന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. ഏതായാലും ഡൊണാൾഡ് ട്രംപും നെതന്യാഹുവും ക്രമേണ അകൽച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നെതന്യാഹുവിൻ്റെ ഈ ഒരു നടപടി എടുത്തയാട്ടമായിട്ടാണ് ഡൊണാൾഡ് ട്രംപ് കണക്കാക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇറാൻ്റെ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ തകർക്കാൻ നെതന്യാഹു ഇസ്രായേൽ സേനയ്ക്ക് 48 മണിക്കൂർ സമയമാണ് നൽകിയിരിക്കുന്നത്. അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് നെതന്യാഹു. അതിനിടയിൽ അവരുടെ ആയുധ സംഭരണ കേന്ദ്രങ്ങളും ആയുധ നിർമ്മാണ കേന്ദ്രങ്ങളും എല്ലാം തന്നെ തകർത്ത് തരിപ്പണമാക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. യുദ്ധം ഏതാണ്ട് ഒരു സമാധാന ദിശയിലേക്ക് പോകുമ്പോൾ ഇസ്രായേൽ ശരിക്കും പ്രകോപനം ഉണ്ടാക്കുകയാണ് എന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യത്തിൽ നിലപാടെടുത്തിട്ടുള്ളതെന്നാണ് പറയപ്പെടുന്നത്. ഈ ഒരു തീരുമാനം അമേരിക്കയെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള സാഹചര്യത്തിൽ ഇനി യുദ്ധത്തിൻ്റെ ഭാവിയിലെ ഗതി എങ്ങോട്ടാകും എന്നുള്ളൊരു ചോദ്യവും ഇവിടെ ഉയരുന്നുണ്ട്. ഇസ്രായേലും അമേരിക്ക ഒരുമിച്ചാണ് ഇറാനെതിരെ യുദ്ധം നടത്തിക്കൊണ്ടിരുന്നത്. ഈ ഒരു വളരെ പ്രധാനപ്പെട്ട സമയത്ത് അമേരിക്ക ഇത്തരത്തിലുള്ള തീരുമാനമെടുക്കുകയും ഇസ്രായേൽ അതിനോട് വിയോജിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ ഇനി യുദ്ധം മുന്നോട്ട് പോകുമോ അതോ യുദ്ധം അവസാനിപ്പിക്കാൻ ഒരുപക്ഷെ അമേരിക്ക തന്നെ മുൻകൈ എടുത്ത് ഇതിനൊരു ഒത്തുതീർപ്പുണ്ടാക്കുമോ എന്നുള്ളതാണ് എല്ലാവരും ഇപ്പോഴും ആകാംക്ഷയോടെയും അതിലേറെ ഭീതിയോടെയും ഉറ്റുനോക്കുന്നത്.